പോൺസെറ്റ. ലൂസിയ എന്ന കൊച്ചു പെൺകുട്ടി മെക്സിക്കോയിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ആ ഗ്രാമം എല്ലാ കൊല്ലവും ഭക്തിപൂർവ്വം ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു. ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങൾ സമർപ്പിക്കുന്നത് അവരുടെ ആഘോഷത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. ചിലർ തിരികൾ കൊണ്ടുവരും, മറ്റു ചിലർ വീട്ടിലുണ്ടാക്കിയ മധുരപലഹാരങ്ങൾ കൊണ്ടുവരും. സമ്പന്ന കുടുംബങ്ങൾ മനോഹരമായ പൂക്കളും എംബ്രോയിഡറി ചെയ്ത തുണികളും ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കും. കൊച്ചു ലൂസിയ പാവപ്പെട്ടവളായിരുന്നു. സമ്മാനങ്ങളൊന്നും കൊണ്ടുവരാൻ അവൾക്കില്ലായിരുന്നു. മറ്റു കുട്ടികൾ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അവൾ വിഷമത്തിലായി. ഉണ്ണീശോയ്ക്ക് എന്തു കൊടുക്കും അവൾ ആലോചിച്ചു. കയ്യിലൊന്നുമില്ലാത്തത് കൊണ്ട് അവൾ വളരെ ദുഃഖിതയായി. ക്രിസ്മസ് രാത്രി കുർബാനയ്ക്ക് പള്ളിയിലേക്ക് നടക്കുമ്പോൾ ലൂസിയ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഉണ്ണീശോയെ, നിനക്ക് എന്തെങ്കിലും തരണമെന്നുണ്ട്, പക്ഷേ പാവപ്പെട്ടവളായ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ആ വഴിയരികിൽ ഒരു ചെറിയ പച്ചച്ചെടി അവൾ കണ്ടു. അവളോട് പറയുന്ന ഒരു സ്വരവും അവൾ കേട്ടു. സ്നേഹത്തോടെ നൽകുന്ന ചെറിയ സമ്മാനം പോലും വിലയേറിയതാണ്. ലൂസിയ ആ ചെടിയുടെ ഇലകൾ പറിച്ച് കൂട്ടിപ്പിടിച്ച് പള്ളിയിലേക്ക് നടന്നു. ഇലകളുമായി അൽത്താരയിലേക്ക് നടന്ന ലൂസിയയെ നോക്കി ആളുകൾ അടക്കം പറയുവാൻ തുടങ്ങി. നോക്കിക്കേ, ഈ കൊച്ചു വഴിയരികിലെ ഇലകളാണ് കൊണ്ടുവരുന്നത്. ലൂസിയ ആകട്ടെ പുൽക്കൂടിന് മുൻപിൽ മുട്ടുകുത്തി ആ പച്ചിലകൾ ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? പെട്ടെന്ന് പച്ചിലകളുടെ നിറം മാറി. അത് മനോഹരമായ ചുവപ്പ് നിറമായി. കണ്ടു നിന്നവർക്ക് വിശ്വസിക്കാനായില്ല. ഇത് കണ്ട വൈദികൻ സന്തോഷം നിറഞ്ഞ കണ്ണുനീരോടെ പറഞ്ഞു, ഇന്ന് ഒരത്ഭുതത്തിന് നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ കുഞ്ഞ് സ്നേഹത്തോടെ നൽകിയ ഒരു എളിയ സമ്മാനത്തെ ദൈവം അലങ്കൃത വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു. അന്നു മുതൽ ഈ പൂക്കൾ ഫ്ലവേഴ്സ് ഓഫ് ദ ഹോളി നൈറ്റ് എന്നറിയപ്പെടുവാൻ തുടങ്ങി. ഇപ്പോൾ അത് പോൺസെറ്റ എന്നറിയപ്പെടുന്നു. ചുവന്ന നിറമുള്ള ഇലകളുള്ള പോൺസെറ്റ ചെടികൾ ക്രിസ്മസ് കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പുൽക്കൂടുകളിലും അൾത്താരകളിലും കടകളിലുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. ക്രിസ്മസ് കാർഡുകളിൽ മനോഹരമായ ചെടിയുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. പ്രിയ കുഞ്ഞുങ്ങളെ, വിലയേറിയ വസ്തുക്കളല്ല, വലിപ്പമുള്ള ഹൃദയങ്ങളാണ് ഉണ്ണീശോയ്ക്ക് ഇഷ്ടം. നിഷ്കളങ്ക സ്നേഹത്തിന്റെ സമർപ്പണം. ഈ ക്രിസ്മസിന് നിങ്ങൾ ഉണ്ണീശോയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കും? സ്നേഹപൂർവ്വം, ഫാദർ പോൾ മോറേലി.